ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒപ്പം എല്ലാവർക്കും പുതുവത്സര ആശംസയും അറിയിക്കുന്നു. ഇന്ന് ഈ പുതുവത്സര പുലരിയിൽ ദൈവത്തിൻ്റെ ദൂതമായി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 2023 മുഴുവനായും സ്വർഗത്തിലെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു, നമ്മെ നടത്തി. അനേക പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ കരം ശക്തമായി നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവത്തെ നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 2-17 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഹബക്കൂക്ക് പ്രവാചകൻ വളരെ നിരാശനായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ താൻ കുറിക്കുന്നതായ ഭാഗങ്ങളാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവേ, ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. നമ്മുടെ ജീവിതത്തിലുടനീളം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞതായ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. എന്നിരുന്നാലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളിലും നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യേകിച്ച് ദൈവത്തിലുള്ളതായ പ്രത്യാശയും കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയും എന്നത് അതിലേറെ പ്രത്യാശജനകമാണ്. ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതുന്നു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയുമില്ല. ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ പോലെ ആക്കുന്നു. ഉന്നതങ്ങളിൽ മേൽ എന്നെ നടക്കുമാറ് ആക്കുന്നു. എല്ലാ പുതിയ വർഷങ്ങൾക്കും തൊട്ട് പുറകിലായി ഒരു പഴയ വർഷമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ സംഗതിയാണ്. എന്നാൽ ഓരോ പുതിയ വർഷവും നാം നമ്മുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്നത് ആ പുതിയ വർഷത്തിൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പലപ്പോഴും നമ്മുടെ കടന്നുപോയതായ പുതിയ വർഷങ്ങളൊക്കെ അത് ഡേറ്റുകളാൽ അല്ലെങ്കിൽ തീയതികൾ മാത്രം മാറ്റപ്പെട്ടതും സംഭവങ്ങളും പ്രവൃത്തികളുമെല്ലാം ഒരുപോലെ സമാനതയുള്ളതായി പോകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നാം വേദപുസ്തക കഥാപാത്രങ്ങളെ പരിശോധിക്കുമ്പോൾ അനേക ദൈവമക്കൾക്ക് പുതിയ തുടക്കം ഉണ്ടായതായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ പുതിയ നിയമ കഥാപാത്രങ്ങളെ നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതായ വ്യക്തി ജീവിതങ്ങൾക്കെല്ലാവർക്കും തന്നെ മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നാം ഒരു പുതുവർഷ പുലരിയിൽ ആയിരിക്കുമ്പോൾ മാറ്റം ആഗ്രഹിക്കുന്നതായ നമുക്ക് നമ്മുടെ പാപപങ്കുലമായ ജീവിതത്തിൽ നിന്ന് ഒരു നീതിപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നതായ ഓരോരുത്തർക്കും, കഷ്ടസമ്പൂർണമായ ജീവിതത്തിൽ നിന്ന് ആനന്ദകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക്, രോഗത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവർക്ക്, പ്രതികൂലങ്ങളിൽ നിന്ന് അനുകൂലമായ സാഹചര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കായി ഒരു പുതിയ തുടക്കം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം വേദപുസ്തകത്തിൽ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരും വരെയും അവൾ പാപിനിയായ ഒരു സ്ത്രീയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടതായ ഒരു അവസ്ഥയിൽ അവൾ ആയിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടു. യേശു ക്രിസ്തു അവളെ സൗഖ്യമാക്കി. അവളുടെ ബന്ധനങ്ങളെ കർത്താവായ യേശു ക്രിസ്തു അഴിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതായ ഒരു നല്ല സ്ത്രീയായി തീരുവാൻ ആ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് സംഗതിയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കുകയും പ്രവർത്തിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഉറങ്ങുകയും കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചതൊക്കെയും കേൾക്കുകയും ചെയ്തതായ ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല. യേശു ക്രിസ്തു ചെയ്യാൻ പറഞ്ഞതായ കാര്യങ്ങളൊന്നും തന്നെ അവർ പ്രവർത്തിച്ചിരുന്നുമില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ ശിഷ്യന്മാരിൽ പ്രകടമായ മാറ്റമുണ്ടായിരുന്നു.
നാളതുവരെ സമർപ്പിക്കപ്പെടാത്തതായ ജീവിതങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായി തീർന്നു. അവർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറായി നിൽക്കുന്നതായ കാഴ്ച നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ ആശ്രയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി എന്ന വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ശമരിയയിൽ കടന്നു ചെന്നപ്പോൾ ആ കിണറിൻ്റെ അരികിൽ നിന്നിരുന്നതായ ആ സ്ത്രീയോട് കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചു. അനേക കാര്യങ്ങൾ സംസാരിച്ചിട്ടും ആ സ്ത്രീക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിത്യജീവൻ ലഭിക്കും എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വളരെ സൗമ്യമായി ഓർമ്മിപ്പിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ എൻ്റെ മുൻപിൽ നിൽക്കുന്നതായ വ്യക്തിക്ക് എൻ്റെ ഭൂതത്തെ, എൻ്റെ വർത്തമാനകാലത്തെ, എൻ്റെ ഭാവിയെ കാണുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട്, ഗുരുവേ, എനിക്ക് ആ ജീവനുള്ളതായ ദാഹജലം നൽകുമാറാകണമേ. ഞാൻ ഇനി ഇവിടം വരെ വെള്ളം കോരാൻ വരാതിരിക്കേണ്ടതിന് ആ ജീവൻ്റെ ജലം എന്നിൽ നിന്ന് ഒഴുകുമാറാക്കണമേ എന്ന് പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. 10 കുഷ്ഠരോഗികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു, സൗഖ്യമായി. എന്നാൽ ഒരുവൻ മാത്രം വന്ന് മടങ്ങി കർത്താവിന് നന്ദി പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അനേക കുരുടന്മാർ യേശു ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ചു. ബർത്തിമായി എന്ന് പറയുന്നതായ ഒരു ചെറുപ്പക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവിനെ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് സൗഖ്യം പ്രാപിക്കുന്നതായ കഥ നമുക്ക് വളരെ സുപരിചിതമായ കഥയാണ്. യേശു ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ അവന് സൗഖ്യം ലഭിച്ചു എന്ന് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. ആയതുപോലെ സുവിശേഷ വയൽ പ്രദേശത്ത് ദൈവത്തിനായി തിളങ്ങിയതായ അപ്പോസ്തലനായ പൗലോസ് വളരെ ഗൗരവമേറിയതായ ദൗത്യവുമായി യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്കുള്ളതായ റോഡിൽ യാത്ര ചെയ്യുന്നതായ സമയത്ത്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം മുദ്രാപത്രവുമായി കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അവനെ വിളിക്കുകയാണ്. ദൈവം അവനെ കണ്ടിരുന്നു. കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ഇംഗിതത്തെ മനസ്സിലാക്കി. യേശു അവന് പ്രത്യക്ഷനായി. യേശുവിനായി പിൽക്കാലം മുഴുവനും ജീവിക്കുന്നതായ ഒരു പൗലോസിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. എല്ലാവർക്കും അവരുടെ ജീവിതങ്ങളെ മാറ്റുവാൻ, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടാകുവാൻ ഓരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, ക്രിസ്തുവിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ എന്ത് കാരണമാണ് നമുക്ക് ഉള്ളത്? നമ്മുടെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ശോഭനപൂർണമായ ഒരു ജീവിതമുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത് അനിവാര്യമാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയുമില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇവിടെ വളരെ നിരാശജനകമായ ഒരു വേദഭാഗമാണ് നിങ്ങൾ വായിച്ച് കേട്ടത്, ആ 17-ാമത്തെ വാക്യം. കാരണം അവിടെ പറയുന്നത് അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും ഇസ്രായേലിൻ്റെ ആഹാര സ്രോതസ്സിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. അവ ശേഖരിച്ചു വെച്ച് അത്തിപ്പഴം പഴുക്കുകയും മുന്തിരി കായ്ക്കുകയും അത് പഴുക്കുകയും ചെയ്യുമ്പോൾ അത് വീഞ്ഞുണ്ടാക്കി സൂക്ഷിക്കുകയും അത്തിപ്പഴം ഉണക്കി സൂക്ഷിക്കുകയും വർഷം മുഴുവനും അത് അവരുടെ പ്രധാന ആഹാരമായി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവർ കരുതി വെക്കേണ്ടുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നത് അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയുമില്ല. ആയതുപോലെ തന്നെ പറയുകയാണ്, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. അവരുടെ വർത്തമാനകാലത്തിന് ആവശ്യമായിട്ടുള്ളതായ ഫലങ്ങൾ, അഥവാ ഒലിവ് മരം ഫലം കായ്ക്കുകയില്ല. നിലത്ത് കൃഷി ചെയ്താൽ കൃഷിയിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. അവരുടെ വർത്തമാനകാലം വളരെ അന്ധകാരപൂർണമായി തീരുന്നതായ ഒരവസ്ഥയായി ഹബക്കൂക്ക് പ്രവാചകൻ ഇവിടെ എഴുതി കാണിക്കുകയാണ്. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകുകയില്ല. അവരുടെ
ഭാവിക്ക് വേണ്ടി കരുതേണ്ടുന്നതായ വസ്തുക്കളാണ്. കന്നുകാലികൾ, ഗോശാലകൾ, കന്നുകാലികൾക്ക് വളർച്ചയില്ല, ഗോശാലകൾ ശൂന്യമായി കിടക്കുന്നു. ഈ അവസ്ഥകൾ വളരെ നിർഭാഗ്യകരവും നിരാശജനകവുമാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഒരു പുതുവർഷ പുലരിയിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കാതോർത്തിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാളിതുവരെ നമ്മുടെ അവസ്ഥകളെല്ലാം ഇങ്ങനെ ഉണങ്ങിയും മുരടിച്ചും ശുഷ്കിച്ചും ശോഭനപൂർണ്ണമല്ലാത്തതായ ഒരു തലത്തിലൂടെ നാം കടന്നു പോകുന്നവരായിരുന്നിരിക്കാം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അനേകമായി നമുക്കുണ്ട് എങ്കിലും അതൊന്നും പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നാളിതുവരെ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ 18-ാം വാക്യം പറയുന്നത്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എൻ്റെ അവസ്ഥ ഇത്രയും വളരെ മുരടിച്ചതാണ് എങ്കിലും, പ്രശ്ന സങ്കീർണമായി എൻ്റെ ജീവിതം തുടർന്നു പോകുന്നുവെങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഒരു ദൈവഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിലുള്ളതായ പ്രത്യാശയാണ്. നാളിതുവരെ എനിക്ക് ശോഭനപൂർണമായ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. എനിക്ക് ചുറ്റും ഉള്ളതായ സംഭവങ്ങളൊക്കെയും എന്നെ ഞെരുക്കുന്നതും എന്നെ നശിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് എന്നിരിക്കലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. നമ്മുടെ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു ശോഭനപൂർണമായ ഒരു പദ്ധതിയുണ്ട് എന്ന് നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. യിരെമ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായത്രേ ഉള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആലോചിക്കുന്ന ആലോചനകളൊക്കെയും നമ്മുടെ ശുഭ ഭാവിക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നതായ നന്മകളാണ്, നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല. അത് നമ്മുടെ ശുഭഭാവിക്ക് വേണ്ടിയുള്ളതാണ്. താൽക്കാലികമായി ചില പ്രശ്നങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ, രോഗമോ ദുഃഖമോ ദുരിതമോ, ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ മരണമോ നമ്മെ കാർന്നു തിന്നുന്നതായ രോഗ അവസ്ഥയോ ഒക്കെയും ഉണ്ട് എങ്കിലും നാം നശിച്ചു പോവുകയില്ല, അഥവാ നാം ഇല്ലാതെ പോവുകയില്ല എന്നുള്ളതായ ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും പ്രത്യാശ നൽകുന്നതായ ഒരു വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നതായ ഭാവി അത് നിൻ്റെ ശുഭഭാവിക്ക് വേണ്ടിയാണ്, നിൻ്റെ നാശത്തിനു വേണ്ടിയല്ല, എന്നാൽ അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത്രേ ഞാനത് കരുതുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആയതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുക. ദൈവം നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. ദൈവം നമ്മെ എത്ര അതിശയകരമായിട്ടാണ് പൂർവ്വകാലങ്ങളിൽ നടത്തിയത്. എത്രയോ മഹത്തരമായ കാര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരുന്നത്. നമ്മളെക്കാൾ ശ്രേഷ്ഠരായ മനുഷ്യർ ലോകത്തിൽ കഷ്ടതയിലും പ്രയാസത്തിലും നെടുവീർപ്പിലും ആയിരിക്കുമ്പോൾ നമ്മെ എത്രയോ അതിശയകരമായിട്ടാണ് ദൈവം നടത്തുന്നത്. ആ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ലേ? ആ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ലേ? ഒരുപക്ഷെ താൽക്കാലികമായുള്ളതായ നൈമിഷികമായ പ്രശ്നങ്ങൾ നമ്മെ ചുറ്റി വരിഞ്ഞ് മുറുക്കുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാലും യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതായ പദ്ധതികൾ അത് നമ്മുടെ ശുഭ ഭാവിക്ക് വേണ്ടി ഉള്ളത് ആകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുക. ദൈവത്തിൻ്റെ അനേകമായ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളൊക്കെയും അത് നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നമ്മെ പ്രത്യാശയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടെ ആ പ്രത്യാശയിൽ നാം ആലിംഗനം ചെയ്യുക. ആ പ്രത്യാശ അത് നമ്മുടെ സ്വന്തമാക്കി തീർക്കുക. അങ്ങനെയാണ് എങ്കിൽ ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ, ആ പ്രത്യാശ നിർഭരമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ദൈവവുമായുള്ളതായ ഈടാർന്ന ബന്ധത്തിൽ ജീവിക്കുക. ദൈവവുമായിട്ടുള്ള
അടുത്ത ബന്ധത്തിൽ ജീവിക്കുക. ഒരു പുതിയ വർഷം നാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നാം ദൈവവുമായി ഈടാർന്ന ബന്ധത്തിൽ ആയിത്തീരും. ഞാൻ ശേഷമുള്ളതായ ദിവസങ്ങളിലൊക്കെയും ദൈവവുമായുള്ളതായ സമ്പർക്കത്തിലായിരിക്കും. ദൈവത്തോട് സംസാരിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തും. ദൈവത്തിന് എന്നോട് സംസാരിക്കുവാൻ ഞാൻ സമയം കൊടുക്കും. ദൈവവുമായുള്ളതായ ഒരു ചങ്ങാത്തത്തിന് ഞാൻ ഒരുക്കമാണ് എന്ന ചിന്തയോടുകൂടെ നാം ഈ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ഈ വർഷം. പ്രിയ ദൈവമക്കളെ, ധാരാളം വെല്ലുവിളികൾ നമുക്ക് ഉണ്ട്. ആ വെല്ലുവിളികളൊക്കെ നാം അഭിമുഖീകരിക്കേണ്ടവരാണ്. നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെക്കാളും വലിയവനാണ്. നാം ലോകത്തിലുള്ളതായ സകല പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാലും ആ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് പോകേണ്ടതായ ആവശ്യമില്ല. കാരണം നാം സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരാകുന്നു. ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ മക്കളാകുന്നതായ നമുക്ക് ഭാരപ്പെടേണ്ടതായിട്ട് ഇല്ല. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. പ്രിയ ദൈവമക്കളെ, ഞാൻ ബലഹീനനും പോരായ്മയുള്ളവനും കുറവുള്ളവനുമാണ്. നാം ഓരോരുത്തരും അങ്ങനെയുള്ളവരാണ്. എന്നാൽ നമ്മുടെ പാതകൾ, നമ്മുടെ ചിന്തകൾ നേരെയല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ പാതകളെയും നമ്മുടെ ചിന്തകളെയും ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ അവൻ നമ്മുടെ ചിന്തയെ മഹത്വീകരിക്കും. അവൻ നമ്മുടെ പാതകളെ നേരെയാക്കുമെന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ ആയിരിക്കുമ്പോഴും അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. എനിക്ക് വീഞ്ഞില്ല, മുന്തിരിവള്ളിയുടെ അനുഭവമില്ല, എനിക്ക് അത്തിവൃക്ഷം ഫലം തരുന്നില്ല, നിലം എനിക്ക് വിളവ് നൽകുന്നില്ല, എൻ്റെ ഗോശാലകളൊക്കെയും ശൂന്യവും ഒഴിഞ്ഞും കിടക്കുന്നു. എന്നിരുന്നാലും ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. നീ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. ആ യഹോവയുടെ നാളിങ്കൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരൊക്കെയും പേടമാൻ തുള്ളിച്ചാടുന്നത് പോലെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ പേടമാന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പേടമാൻ എല്ലാ ദിവസവും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി തെളിഞ്ഞ നീരിലേക്ക് പോകും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാൻ നീർത്തോടിലേക്ക് പോകുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാംക്ഷിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവത്തിനായി നമുക്ക് കാംക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? അതിന് നമുക്ക് സമയമുണ്ടോ? നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് താല്പര്യമുണ്ടോ? യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഒരു പേടമാൻ തന്നെ ഇരപിടിക്കുവാൻ തക്കവണ്ണം വരുന്നതായ സിംഹത്തേക്കാൾ വേഗത്തിലോടുവാൻ തക്കവണ്ണമുള്ളതായ ബലം ആ പേടമാൻ്റെ കാലുകൾക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ പേടമാനെ സിംഹമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ജീവികൾ പിടിച്ച് ഇരയാക്കുകയില്ല എന്നല്ല, എന്നാൽ അതിന് വേഗത്തിൽ ഓടുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ കാലുകൾക്ക് ശക്തി ദൈവം നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രായാധിക്യത്താൽ പ്രയാസത്തിൽ ആയിരിക്കുന്നതായ നിങ്ങൾ, മുട്ടുവേദന കൊണ്ടോ അല്ലെങ്കിൽ പലവിധമായ രോഗങ്ങൾ കൊണ്ടോ, ഡയബറ്റീസ് കൊണ്ടോ, പ്രമേഹത്താലോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ പലതരത്തിൽ എനിക്ക് നീങ്ങുവാനോ ഓടുവാനോ ചാടുവാനോ ഒന്നും കഴിയുകയില്ല, ഇനി എൻ്റെ കാലുകൾക്ക് ശക്തി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നതായ ധാരാളം പേര് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അന്നാളിൽ നിങ്ങൾ കഴുകൻ്റെ ചിറക് നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങൾക്ക് സിംഹത്തിൻ്റെ കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ തുള്ളിച്ചാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ജീർണിക്കാൻ യോഗ്യമായ ഈ ശരീരം നശിച്ചു പോകുമ്പോഴും എൻ്റെ കർത്താവ് എനിക്ക് നശിക്കാത്തതായ നല്ല ശരീരം തരും. എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ രോഗമില്ലാതെ, ദുഃഖമില്ലാതെ, വേദനകളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകനും പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും എൻ്റെ പേടമാൻ കാൽ പോലെ എൻ്റെ യഹോവ ആക്കുന്നു. ഒടുവിലായി ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. എല്ലാവരും എൻ്റെ നാശത്തിനായി കാത്തിരിക്കുമ്പോൾ, എല്ലാവരും ഞാൻ നശിച്ചു പോകുമെന്ന് ഉറ്റുനോക്കുമ്പോൾ, എന്നാൽ എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തി ഉന്നതികളിലേക്ക് നയിക്കുന്നുവെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, ഈ ഒരു പുതിയ വർഷത്തിൽ ഒരു പുതുക്കമുള്ളതായ ഒരു ജീവിതത്തിന് ഉടമയായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളെ അതിനായി ക്ഷണിക്കുകയാണ്. ദൈവത്തോട് കൂടെ നടക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നമ്മിൽ ചെയ്യുന്നതായ വൻ കാര്യങ്ങളെ, വലിയ പ്രവൃത്തികളെ നിസ്സാരവൽക്കരിച്ച് കളയാതെ ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. 2023 തിക്തപൂർണമായ ഒരു വർഷമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശോഭനപൂർണമായ ഒരു പുതിയ വർഷം സർവശക്തനായ ദൈവം നൽകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോ ദിവസവും പുതുമയുള്ളതും പുതിയതുമാകുന്നു. അത് നമ്മുടെ ജീവിതത്തെ മെച്ചമായ വഴികളിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായവയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും ആ കർത്താവിൽ പ്രത്യാശ വെച്ച് അവൻ്റെ വഴികളിൽ നടക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുതിയ വർഷം ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്താൽ നടത്തപ്പെടുന്നവരായിരിക്കാൻ, നമ്മുടെ എല്ലാ വഴികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രശ്നമുഖരിതമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി എന്ന സന്തോഷത്തിൽ മാത്രമിരിക്കാതെ, എന്നെ നടത്തുന്നതായ ഒരു സർവശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ സന്തോഷത്തോടുകൂടെ ഈ ഒരു പുതിയ വർഷത്തെ വരവേറ്റ് ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവത്തോടു കൂടെ ജീവിപ്പാൻ ദൈവം എല്ലാ ദൈവമക്കളെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസയും ഞാൻ നേരുന്നു. നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ കാണുകയും നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുകയും ചെയ്യും. ആ ദൈവം നിങ്ങളെ വിടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേൾപ്പിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും യഹോവ ഞങ്ങൾക്ക് തുണയായിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, ഒരു പുതിയ വർഷത്തിൽ ഞങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി കരുതുന്നത് ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് എന്ന് മനസ്സിലാക്കി അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് തുണ നിൽക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഈ പുതുവർഷം മുഴുവനായും സ്വർഗത്തിലെ ദൈവം പ്രിയ മക്കളെ നടത്തണം. ഒടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും ആർപ്പോടും കൂടെ കടന്നു വരുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിലുള്ളതായ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.